ഹരിഗോവിന്ദ. ഇന്ന് ഇക്കരെ കൊട്ടിയൂർ ആചാരപ്പെരുമ എന്ന പുതിയ പുസ്തകത്തിന്റെ കവർ പ്രകാശനം കൊട്ടിയൂരിൽ വച്ച് നിർവഹിക്കപ്പെട്ട വിവരം എല്ലാ ശ്രോതാക്കളെയും ആദ്യം തന്നെ സന്തോഷപൂർവ്വം അറിയിക്കട്ടെ. ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി കെ മുരളീധരൻ, വൈദ്യുതി പരിസ്ഥിതി വകുപ്പ് മന്ത്രി പേരാവൂർ നിയോജക മണ്ഡലം MLA കൂടിയായ അഡ്വക്കേറ്റ് സണ്ണി ജോസഫിന് കൈമാറിക്കൊണ്ടാണ് കവർ പ്രകാശനം നിർവഹിച്ചത്. അക്കരെ കൊട്ടിയൂരിന്റെ ആചാരപ്പെരുമയെ, വൈവിധ്യങ്ങളെ, വൈശിഷ്ട്യങ്ങളെ പ്രതിപാദിക്കുന്ന പുസ്തകം വരും നാളുകളിൽ വായനക്കാർക്ക് പ്രതീക്ഷിക്കാം. പെരുമാളെ ശരണം. ഇന്നത്തെ നമ്മുടെ വിഷയം ഭാഷയെക്കുറിച്ചാണ്. കൊട്ടിയൂരിലെ ഭാഷ, കൊട്ടിയൂർ യാഗോത്സവത്തിന്റെ ഭാഷ, അത് വളരെയധികം വൈശിഷ്ട്യമാർന്ന മലയാള തനിമയുടെ മഹത്വത്തെ വിളിച്ചോതുന്നതാണ്. സാധാരണ ക്ഷേത്രങ്ങളില് ക്ഷേത്ര ആചരണങ്ങളുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങളൊക്കെ സംസ്കൃത ഭാഷയുടെ അത്യധികമായ സ്വാധീനമുള്ളവയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അക്കരെ കൊട്ടിയൂരിലെ ചടങ്ങുകളുമായി ബന്ധപ്പെട്ടും സ്ഥാനികരായി ബന്ധപ്പെട്ടും ഒക്കെയുള്ള വിവിധ ഭാഷാ പ്രയോഗങ്ങളെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ മലയാള തനിമയുടെ ഒരു ഉത്സവമാണ് കൊട്ടിയൂർ ഉത്സവം എന്ന് നമുക്ക് കൗതുകപൂർവ്വം നിരീക്ഷിക്കാൻ സാധിക്കും. അക്കരെ കൊട്ടിയൂരിലെ ഏറ്റവും വിശേഷമായിട്ടുള്ള ഭഗവാന്റെ ഭഗവത് പ്രീതികരമായിട്ടുള്ള അഭിഷേകം എന്ന് പറയുന്നത് 1000 കുടമാണ്. 1000 കുടം ആടുക എന്നാണ് പറയുക. അതാണ് ഭഗവത് പ്രീതികരമായിട്ടുള്ള വഴിപാട്. അതുപോലെ ചടങ്ങുകൾ നിർവഹിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല സ്ഥാനികരുടെയും പേരുകളിലൂടെ നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ കൗതുകകരമായ നാമങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊന്നും സംസ്കൃത ഭാഷയുടെ സ്വാധീനം തെല്ലും സ്പർശിക്കാത്ത കൊളോക്കിയൽ ലാംഗ്വേജ് എന്ന് നമ്മൾ പറയുന്ന ഗ്രാമ്യ ഭാഷയിലുള്ള പദപ്രയോഗങ്ങളാണ് എന്ന് മനസ്സിലാക്കാം. അടിയന്തര യോഗമാണ് പരമാധികാര സഭ എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഈ യോഗം ചേരുന്നതിന് യോഗത്തിലെ ചുമതലക്കാരായ ആളുകളെ അന്വേഷിച്ച് അവരെ വിവരം അറിയിക്കാൻ ചുമതലപ്പെട്ട ഒരു വാര്യ സമുദായാംഗമായിട്ടുള്ള സ്ഥാനികരുണ്ട്. അദ്ദേഹത്തിന്റെ ഈ കാര്യത്തിലുള്ള ഡ്യൂട്ടി, പലതരത്തിലുള്ള ചുമതലകളുമുണ്ട്. അതിലേറ്റവും പ്രധാനമായ ജോലി ഈ അവകാശപ്പെട്ട ആളുകളെ തേടിച്ചെന്ന് വിവരമറിയിക്കുക. ഇപ്രകാരം തേടിച്ചെന്ന് വിവരമറിയിക്കുന്ന വാര്യർ സമുദായാംഗമായ സ്ഥാനികന്റെ പേര് തേടൻ വാര്യർ എന്നാണ്. അക്കരെ കൊട്ടിയൂരിലെ വാദ്യ സ്ഥാനികര്, അവർക്ക് പറയുന്ന പേര് ഓച്ചർ എന്ന്. ഒച്ച അഥവാ ശബ്ദം ഉണ്ടാക്കുന്ന ആളുകളാണ് വാദ്യ കലാകാരന്മാരായ ഓച്ചർമാർ എന്നർത്ഥം. പൂവൊരുക്കുന്ന നമ്പീശൻ, പൂവൻ നമ്പീശൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്രകാരം ഇത് ഏതാനും ചില ഉദാഹരണങ്ങൾ നമ്മളെടുത്ത് പരാമർശിച്ചതാണ്. ഇപ്രകാരം പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ കൗതുകകരമായി അക്കരെ കൊട്ടിയൂർ ഉത്സവം ആ മലയാണ്മയുടെ തനിമയുള്ള, സംസ്കൃതത്തിന്റെ സ്വാധീനം ഏശാത്ത, എന്നാൽ പല ചടങ്ങുകളിലും നിലവില് സംസ്കൃത ഭാഷയിലുള്ള പദപ്രയോഗങ്ങളില്ല എന്നുള്ളതല്ല, ഇതൊരുപക്ഷെ കാലാന്തരത്തിൽ വന്നു ചേർന്നവയാണ്. അപ്പൊ മലയാള തനിമയുടെ മഹത്വത്തെ വിളിച്ചോതുന്ന ഒരു ഉത്സവമാണ് കൊട്ടിയൂർ ഉത്സവം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഗോവിന്ദ, ഹരി ഗോവിന്ദ.